ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് നല്ല കുറച്ച് പുഴയിൽ നെണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റ്. ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക, പിന്നെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. പിന്നെ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പുഴുങ്ങിയെടുക്കാം. നെണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കാനായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് അതിൻ്റെ ജീവൻ കളയാൻ കേട്ടോ. നല്ല ജീവൻ ഉണ്ടായിരുന്നു, മൊത്തം ജീവനുള്ളൊരു ഇതായിരുന്നു, ജീവൻ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് നമ്മൾ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ജീവൻ കളഞ്ഞതിന് ശേഷം പിന്നെ അത് പുഴുങ്ങിയെടുക്കുക. അതിന് മേലെ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പുഴുങ്ങിയെടുത്തതിന് ശേഷം ഒറ്റ ഫിസിൽ മതിയിട്ടാകും. അതിന് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് പിന്നെ അതിൻ്റെ കച്ചറൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം പിന്നെ കയമ്പ് മാത്രം എടുത്തിട്ട് നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്കുള്ള മസാല സിമ്പിൾ മസാല കേട്ടോ. ഞാനിതൊരു ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ്. ഒരു പിടി വെളുത്തുള്ളി, പിന്നെ ഒരു പിടി ചെറുള്ളി, പിന്നെ ഇത്തിരി കരിവേപ്പിൻ്റെ ഇല, ഇത്തിരി ഇഞ്ചി, ഇതൊക്കെ ഇട്ടിട്ട് നന്നായി വേറെ മസാലകളൊന്നും വേണം. ഇത്തിരി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചെറിയ ഉള്ളി നമുക്ക് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക, നല്ലതാണ്. അത് നന്നായിട്ട് മൂടിച്ച് വേവിക്കുക. പിന്നെ മല്ലിപ്പൊടി മുളകും പൊടി ഒന്നും വേണ്ട, പച്ചമുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ പൊടികളൊന്നും വേണ്ട കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. സിമ്പിളാണ്. ഇതിനൊന്നും ടേസ്റ്റിലൊരു കുറവില്ലാണ്. ഇതൊന്നും ഉണ്ടാക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഒരു പ്രാവശ്യം കിട്ടുമ്പോഴെങ്കിലും ഇങ്ങനത്തെ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി. നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കി നോക്കിയാലേ ഓരോന്നിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്സ്. അടിപൊളി ടേസ്റ്റ്. നല്ല കയമ്പുള്ളൊരു ഇതായിരുന്നു, ഉണ്ടായിരുന്നു കേട്ടോ.